ഫേസ്ബുക്കിൽ നമ്മളത് കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാറിലിരുന്ന് ഒരു പ്രമുഖമായ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്, അച്ചായൻ ചെയ്ത് കൊടുത്തതല്ലെന്ന്. ഏതോ ഒരാളിങ്ങനെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ആരാന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ പോയില്ല. ഇതിൻ്റെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചിന്തിക്കാം, 40 ഷോപ്പ് തുടങ്ങി, ഇന്ന് 40ാമത്തെ ഷോപ്പാണ്. 40 ഷോപ്പ് തുടങ്ങി 40 കടയും ഞാൻ പണിതു. ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പം 40 വീട് ഞാൻ പണിത് കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ തറകൾ പണിത വീടുകളായിരിക്കാം. അപ്പോൾ അവരെന്നോട് കരിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതൊന്ന് തീർത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും. ആ വീട് പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയോളം എനിക്ക് ചിലവായിട്ട് അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 40 ഷോപ്പുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, എനിക്ക് ശത്രുക്കൾ ജുവലറിക്കാരുണ്ട്. എൻ്റെ ഓപ്പോസിറ്റുള്ള ജുവലറിക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട്. അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം. എനിക്കത് സാരമില്ല, ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാനേ സന്തോഷമുള്ളൂ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ പാവങ്ങൾക്ക് ഇനിയും കുറേ പേർക്ക് അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട്. അത് നിർത്താതിരിക്കുക. അതെനിക്ക് ഇനിയും ചെയ്യണം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബേഴ്സിന് ഞാൻ ഇപ്പോഴും അവരോട് പറയുവാണ്, നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നെ വെച്ച് റീച്ചാക്കി എന്നെ കഴിക്കണമെങ്കിൽ ഞാൻ കോട്ടയത്ത് എൻ്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം ഞാൻ വെച്ചിട്ടുണ്ട്. അവരോട് അവിടെ വന്ന് ഫ്രീ ആയിട്ട് കഴിച്ചോളാൻ പറ. ഈ യൂട്യൂബേഴ്സിനോട് എന്നെ വെച്ച് റീച്ചാക്കുന്നവരില്ല. എന്തിനാ എന്നെ വെച്ച് റീച്ചാക്കി? ഈ പാവങ്ങൾ കൂടെ കിട്ടാതിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഞാൻ ആഹാരം മാറ്റി വെക്കും. 400 പേർക്കുള്ള അന്നദാനം കൂടാതെ ഞാൻ ഒരു കുറച്ച് ഫുഡും കൂടെ അവർക്ക് മാറ്റി വെക്കും. അവർ സുഖമായിട്ട് അവിടെ വന്ന് യൂട്യൂബേഴ്സിന് കഴിച്ചിട്ട് പോകും. അതല്ല നല്ലത്. അവരെന്നെ വെച്ച് കാശാക്കേണ്ട കാര്യമുണ്ടോ? ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിര് നിൽക്കാതിരിക്കാം. ഈ ജുവലർക്കാരാണ്, ബാക്കിയുള്ളവരാണ് ഇവരെ കൊണ്ട് നക്കാപ്പിച്ച കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അത് സത്യം. പക്ഷെ എന്തിനാണ് ഇവർക്കൊക്കെ കിട്ടുന്നത് ഇല്ലാതാക്കുന്നത്? പിന്നെ 2-3 വീട് തറകളും കെട്ടിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ പേര് തട്ടിപ്പാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ സഹായിച്ചത്. ഇനി ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എൻ്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നത്. പിന്നെ എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്. എൻ്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. നാളെ ചെയ്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട്. ഇത് മാത്രമല്ല, ജപ്തി, അതുപോലെ വീട് പണി, അതുപോലെ വിദ്യാഭ്യാസം, അന്നദാനം ഉൾപ്പെടെ, കല്യാണം, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ. ഇതിന് നാളെ നിർത്തണമെങ്കിൽ ഇവരെ പറഞ്ഞു വന്ന കോളേജിന്റെ പേര് ഞാൻ നിർത്തേണ്ട കാര്യമുണ്ടോ? ഈ കൂടെക്കണക്കിന് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല. പിന്നെ ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം കൊടുക്കുക. അവർക്ക് വേണ്ട അവിടെ വന്ന് സൂക്ഷ്മമായിട്ട് കഴിച്ചിട്ട് പോകും. അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാൻ വരണ്ട. കാരണം എന്തിനാ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നില്ല. ഒരാൾക്ക് എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല. ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഇന്ന് വരെ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിച്ച് പൊക്കോട്ടെ എൻ്റെ വഴിയെ. എനിക്ക് ദൈവം തരുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം തരുന്ന ഇന്ന് വരെ ഞാൻ മാക്സിമം ഞാൻ പാവം കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ. അവരെ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? ഇനിയും ചെയ്യാനല്ല കുറേ കാര്യം നമുക്ക് ചെയ്യണ്ടേ? ഞാൻ പൊക്കോട്ടെ എൻ്റെ വഴിയെ. അവര് എന്തിനാ വെറുതെ? എത്രയോ പേരെ വിമർശിക്കാനുണ്ട്. എന്നെ എന്തിനാ വിമർശിക്കുന്നത്? ഈ അച്ചായനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹം ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും. കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീട് പണിയുടെ എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ പേരിൽ തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും തന്നെ നമ്മളിപ്പോൾ തളർത്താൻ നോക്കില്ല. നമ്മൾ ആർക്കും ഒരു ചതി ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ? എന്താണെന്ന് എനിക്കറിയില്ല. ആരാ ഇത് ചെയ്തതെന്നും അറിയില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതിൻ്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആയിക്കോട്ടെ. കുറേ പേർക്കും കൂടെ ഇനിയും പോകാനുണ്ട്. കുറേ കല്യാണങ്ങൾ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുന്നോട്ട്. അതൊക്കെ ഒന്ന് നടത്തിക്കോട്ടെ. ഇത് കളയരുതേ. അതെ പ്ലീസ് എന്നാ പറയാ, ഇത് കളയാതിരിക്കുക. നിങ്ങൾ ആർക്കും ഒരു ഛേദമില്ലാത്ത ഉപകാരമാണ്. ആരെയും ഞാൻ വിമർശിക്കാൻ വരുന്നില്ല. പിന്നെ എന്തിനാ എന്നെ വിമർശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ഒന്നും ഇതായിട്ട് പറഞ്ഞില്ല. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഇന്നുവരെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുമില്ല. ഞാൻ എൻ്റെ വഴി ഒന്ന് പൊക്കോട്ടെ. കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഒരു കാര്യത്തിൽ. അച്ഛൻ്റെ സംസാര രീതിയൊക്കെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നിയില്ലേ? ഇതൊക്കെ എന്നാ പറയാ, എല്ലാ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. നമ്മൾ നമ്മുടെ രീതി, നമ്മൾ ആരെയും നോക്കണ്ട. ദൈവം എന്നോട് പറയുന്നത് ചെയ്യാൻ, ദൈവം എന്നോട് ചെയ്യാൻ പറയുന്ന പോലെ ഞാൻ ദൈവം എനിക്ക് സമ്പാദ്യം തരുന്നത് ഞാൻ ചെയ്യുന്നു. അല്ല ഞാൻ ഒരിക്കലും എന്നാ പോലെ ഒത്തിരി കൂട്ടി വെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. പാവം കൊടുക്കാൻ തന്നെ ഞാൻ നോക്കിയിട്ടുള്ളൂ. അത് അന്നദാനമായാലും കല്യാണമായാലും ഏത് രീതിയിലായാലും. ഞാൻ പറഞ്ഞില്ലേ, എന്തിനാ? എനിക്കറിയില്ല. എത്രയോ പേരെ വിമർശിക്കാൻ കിടക്കുന്നു. എത്രയോ അഴിമതിക്കാരുണ്ട്. അവരൊന്നും നോക്കാൻ എന്നെ എന്തിനാ നോക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അച്ഛൻ്റെ സക്സസ് കണ്ടിട്ട് ഈ ബിസിനസ്സിലേക്ക് പുതിയ കുറേ
ശത്രുക്കളുണ്ട്, ഒത്തിരി ശത്രുക്കളുണ്ട്, ജൂവലറിക്കാരുണ്ട്. അവരാണ് ഈ നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്, ഈ യൂട്യൂബർമാരെ കൊണ്ട് ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, ഇവര് മേടിച്ചോട്ടെ, അവിടെ നിന്ന് നക്കാപ്പിച്ച മേടിച്ചോട്ടെ, അതിനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞതുള്ളൂ, ഞാൻ ചെയ്തോട്ടെ, എന്തിനാ തടസ്സം നിർത്തുന്നത്? ഞാൻ ശരിയല്ലേ? ഞാൻ ആടെന്നെങ്കിലും 1 രൂപ ആരെങ്കിലും പറയാ മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ ചാരിറ്റി നിർത്തും. 1 രൂപ ഒരു മനുഷ്യനോട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിന് ഇത്രയും വർഷമായിട്ട് ചാരിറ്റി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 1 രൂപ ഒരാളോട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്കറിയാലോ, ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ മതി, എനിക്ക് കോടികൾ വരും. എനിക്കറിയാം, ദൈവത്തിന് മുമ്പ് ഞാൻ ഒരിക്കലും തെറ്റ് കാണിച്ചില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നതാണ്. അത് തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യും. ഞാൻ പറയുന്നത് ഞാൻ ആരുമല്ല, നാളെ നമ്മൾ എണീക്കുമെന്നും അറിയില്ല, പക്ഷെ ഉള്ളത് ഞാൻ കൊടുത്ത് ചെയ്തു. അപ്പൊ അച്ഛാ ഇനിയും തുടർന്നും ഇതുപോലെ തന്നെ സജീവമായിട്ടുണ്ടാവും. അത് നിർത്താൻ ആരെ കൊണ്ട് പറ്റും? ചുണകളും വരട്ടെ, നിർത്താൻ എന്റെ മുമ്പിൽ വരട്ടെ, നിർത്താൻ. ചാരിറ്റി നിർത്താൻ ഒരാളെ ഞാൻ സമ്മതിക്കും, അത് അച്ഛൻ കണ്ടിന്യൂ ചെയ്യും. അതിന് ആരെ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ താളാത്തില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ചാരിറ്റിയുടെ പേരിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണ് 100% ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പാവങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അത് വീടായാലും കാശ് കൊടുത്തിട്ട് വരാം, അവിടെയും ഞാൻ കാശ് കൊടുക്കാൻ വീട് കംപ്ലീറ്റ്. പിന്നെ കുറെ വീടുകളൊക്കെ പണിത വീടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നില്ല. ഈ പറയുന്ന ആൾക്ക് 1 രൂപയുടെ ഒരു വീട് പോയിട്ട് ഒരു വീട്ടിലേക്ക് സ്വന്തം കഞ്ഞി മേടിച്ച് കൊടുക്കാൻ കഴിയാത്തവനെ എന്നെ കുറിച്ച് പറയുന്നത് ശരിയാണോ? സ്വന്തം വീട്ടിലേക്ക് അമ്മയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ അമ്മയ്ക്കും അപ്പനും കഞ്ഞി മേടിച്ച് കൊടുക്കാൻ പോലും കഴിയാത്ത ഒരാളാണ് എന്നെ കുറ്റപ്പെടുന്നത്. ഞാൻ ചെയ്യുവാണ് മനസ്സിലായി. ഞാൻ പറയുന്നത് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലും എനിക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. വിമർശിക്കാൻ ഒത്തിരി പേരുണ്ട്. വിമർശിച്ചാൽ സ്നേഹിക്കുന്ന ഈ വിമർശിക്കുന്നതിന്റെ 50 ഇരട്ടി പേരുണ്ട്. അത് മതിയല്ലോ എനിക്ക്, അല്ലേ? വിമർശിക്കുന്ന 10 പേരാണെങ്കിൽ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ. അതുപോലെ എനിക്ക് മുന്നോട്ട് പോകാൻ കണ്ടിട്ട് അമ്മയായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും ചേട്ടന്മാരായാലും ചേച്ചിമാർ എത്രയോ പേര്, അനിയന്മാരായാലും അനിയത്തിമാരായാലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം പോലെ എനിക്ക് മുന്നോട്ട് പോകാൻ. ഇതുപോലെ ആരെങ്കിലും വെല്ലമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാനത് കാത് കൊടുക്കുന്നില്ല, നേരെ പോവാണ്. കാത് കൊടുക്കേണ്ട കാര്യം എനിക്കുണ്ടോ? ജൂവലറിക്കാരൻ നക്കാപ്പിച്ച കൊടുത്ത് പലരും